നമസ്കാരം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രണ്ടിടത്തും വലിയ പ്രചരണമാണ് ഒരു മാസത്തോളം നടന്നത്. പ്രചണ്ഡ പ്രചരണം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ചേലക്കരയിൽ അസംബ്ലിയിലേക്ക് ശക്തമായ പോരാട്ടമാണ്, രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. വയനാട്ടിൽ ഏകപക്ഷീയമായ ഒരു മത്സരമാണ് എന്ന് ആദ്യം തന്നെ വിധി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലം കഴിഞ്ഞ 2 തവണയും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് 2019 4.3 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. 2024 ഭൂരിപക്ഷത്തിന് കുറവ് വന്നെങ്കിലും അത് 3.6 ലക്ഷത്തോളം ഭൂരിപക്ഷമുണ്ട്. അത്തരത്തിൽ ഉറപ്പായ വിജയം കോൺഗ്രസ് നേടും. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പോരാട്ടമൊന്നും ഉണ്ടായില്ല. അവിടെ ഭൂരിപക്ഷം എത്ര എന്നത് സംബന്ധിച്ച് മാത്രമായിരുന്നു തുടക്കം മുതൽ കോൺഗ്രസും UDF-ഉം ഉയർത്തിയ ചോദ്യം. എന്നാൽ രണ്ടിടത്തും, അതായത് വയനാടും ചേലക്കരയും, തൊട്ടു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളേക്കാൾ വോട്ടിങ്ങിൽ കുറവ് വന്നു, പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവ് വന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വയനാട്ടിൽ 2024 ഏതാണ്ട് 7 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.57% പോളിംഗ് നടന്നപ്പോൾ ഇത്തവണ അത് 64.71 കുറഞ്ഞു. ഏതാണ്ട് 9% പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം. അത് കോൺഗ്രസിന്റെ ഈ പറയുന്ന ഭൂരിപക്ഷത്തെ ബാധിക്കുമോ? അവർ തുടക്കം മുതൽ അവകാശപ്പെട്ടിരുന്നത് 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകും. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കൾ പറഞ്ഞത് 6 ലക്ഷം ഭൂരിപക്ഷം ഒപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ്. അങ്ങനെ ഇരുന്നെങ്കിൽ ഏതാണ്ട് 80% മുകളിൽ പോളിംഗ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. വോട്ടർമാർക്കിടയിൽ ഒരു മടുപ്പ് ഉണ്ടായോ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. കാരണം ജൂലൈ 30-നാണ് അവിടെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന് വലിയൊരു ദുരന്തത്തെ നേരിട്ടതിന് ശേഷമാണ് വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ പോളിംഗിന് ശേഷവും പറയുന്നത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിന് യാതൊരു ഇടിവും സംഭവിക്കില്ല, ഒരു 4 ലക്ഷത്തിന് മുകളിൽ എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. 4 ലക്ഷത്തിന് മുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ജയിക്കുമെന്ന് പറയുന്നു. കാരണം അതിനവർ അടിസ്ഥാനമായി പറയുന്നത് UDF-ന്റെ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് CPIM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെയും BJP-യുടെയും ഒക്കെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവരതിനെ പ്രത്യേകിച്ചും ഒരു തോൽവി ഉറപ്പായ ഒരു സീറ്റിൽ അങ്ങനെ അവർ വോട്ടിങ്ങിന് വന്നില്ല. അതുകൊണ്ടുണ്ടായ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവെന്നാണ് T. സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത് കാത്തിരുന്ന് നമുക്ക് കാണണം. എന്തായാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം സംബന്ധിച്ച് ആശങ്കയില്ല. പക്ഷേ ഇത് ഈ 5 ലക്ഷം കടക്കുമോ അല്ലെങ്കിൽ 6 ലക്ഷത്തിലേക്ക് എത്തുമോ എന്നൊക്കെയാണ് ഉയരുന്ന ഒരു ചോദ്യം. ഇപ്പോൾ 64% എന്ന് പറയുമ്പോൾ ഏതാണ്ട് അവിടെ 14 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 9 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ട് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ടൊരു 7 ലക്ഷം വോട്ടുകൾ പ്രിയങ്ക നേടുകയും തൊട്ടടുത്ത് 2ാം സ്ഥാനത്ത് വരുന്ന LDF 2 ലക്ഷം വോട്ടുകൾ ഒതുങ്ങുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന 5 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റും. ആ തരത്തിൽ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ഏറനാട് മണ്ഡലത്തിലാണ്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് മണ്ഡലമാണത്. PK ബഷീറാണ്. അദ്ദേഹം അവിടെ തുടക്കം മുതൽ പറഞ്ഞത് മിനിമം ഒരു 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ തന്നെ നേടിക്കൊടുക്കുമെന്നാണ്. ഒപ്പം തന്നെ നിലമ്പൂരിൽ ഇന്നലെ നിലമ്പൂരിന് ചുമതലയുള്ള ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം പറഞ്ഞത് അവിടെയും ഒരു 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നാണ്. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നാണ് അംഗങ്ങളുള്ളത്. ഒപ്പം തന്നെ നിലമ്പൂരിലെ PV അൻവർ MLA അദ്ദേഹം പുതിയൊരു സംഘടനയൊക്കെ രൂപീകരിച്ച് അവരും പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര എന്നത് സംബന്ധിച്ച് മാത്രമേ ഇനി ചോദ്യം ഉയരുന്നുള്ളൂ. അത് 5 ലക്ഷം കടക്കുമോ എന്നത് മാത്രമാണ് ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കാര്യം. ചേലക്കരയിലേക്ക് വരുമ്പോൾ അവിടെയും വോട്ടിങ്ങിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.28% പോളിംഗ് എങ്കിൽ ഇന്നലെ 72.77%, ഏതാണ്ട് 5% ഇടിവ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ശക്തമായ പോരാട്ടമാണ്, രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. കഴിഞ്ഞ 28 വർഷമായി LDF-ന്റെ കയ്യിൽ CPIM-ന്റെ കുത്തക മണ്ഡലമാണ്. അവിടെയാണ് കോൺഗ്രസ് അത് തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പോരാട്ടം നടത്തിയത്. അതിന്റെ
പ്രതിഫലനങ്ങളാണ് അവിടെ തുടക്കം മുതൽ കലാശക്കൂട്ടിലും പിന്നീട് പോളിംഗിലുമൊക്കെ കണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കെ രാധാകൃഷ്ണൻ MLA മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ ആലത്തൂരിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആ തരത്തിൽ ആ മണ്ഡലത്തിലെ രാധേട്ടനായിട്ട് നിറഞ്ഞു നിന്നിരുന്ന കെ രാധാകൃഷ്ണന്റെ അഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി പാർലമെന്റിലേക്ക് അയച്ചത് ജനങ്ങൾക്കിടയിൽ ഒരു എതിർവികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കൊരു വിഷമം, വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേദനയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസും ഒക്കെ പറയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് അവിടെ ചിട്ടയായ പ്രവർത്തനമാണ് തുടക്കം മുതൽ. ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് സ്ക്വാഡുകൾ 3ഉം 4ഉം തവണ അവിടെ ഓരോ വീടുകളും സന്ദർശിച്ച് പ്രവർത്തനം നടത്തി ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുള്ള പോരാട്ടമാണ് നടത്തിയത്. അതിന്റെ ഫലം അവിടെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മറുവശത്ത് CPIM അല്ലെങ്കിൽ LDF കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ അവിടെ ഇല്ലാതില്ല. എല്ലാ മന്ത്രിമാരെയും ഇറക്കി മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ നേരിട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു നീക്കമാണ് അവിടെ നടത്തിയത്. ഈസി വാക്ക് ഓവർ എന്ന് വിചാരിച്ചിരുന്നിടത്തു നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഒരു ശക്തമായ കേഡർ സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനം അത് LDFന് വലിയ ഒരു ഭയം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ആര് ജയിച്ചാലും ഭൂരിപക്ഷം അത്ര വലുത് ഉണ്ടാകില്ല, വലിയൊരു ഭൂരിപക്ഷം ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് കണക്കാക്കുന്നത്. LDF അവിടെ ശക്തമായ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നെങ്കിൽ പോലും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന കുറവൊക്കെ തന്നെ ആരെ ബാധിക്കുമെന്നത് വളരെ നിർണായകമാണ്.